ഒരു എഴുത്തുകാരനാവുമ്പോൾ നമ്മൾ എന്തെല്ലാം തയ്യാറായിരിക്കണം? കുറച്ച് പ്രധാന കാര്യങ്ങളിൽ തയ്യാറെടുപ്പ് ആവശ്യമാണ്. ഒന്ന്, വായന തന്നെയാണ്. ഇവിടെ പലരും പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ എത്ര വലിയ എഴുത്തുകാരനായാലും ചെറിയ എഴുത്തുകാരനായാലും ശരി, നമ്മളെല്ലാം ഒരു വലിയ കണ്ണിയുടെ ഭാഗമാണ് എന്ന് ആദ്യം വിചാരിക്കുമ്പോഴേ സാഹിത്യ പ്രവർത്തനം അല്ലെങ്കിൽ സാഹിത്യ രചന എന്നത് വളരെ ഉത്തരവാദിത്വമുള്ള ഒരു കാര്യമായി നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ നമ്മളിവിടെ ഒറ്റയ്ക്കല്ല എന്നും നമ്മളെക്കാളും പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് പേര് ഉഴുതു മറിച്ചിട്ട ഭൂമിയിലാണ് ഞാൻ നിൽക്കുന്നതെന്നും അവിടെ എൻ്റെയും കൂടി ഒരു പാദസ്പർശം പതിയണമെങ്കിൽ അവരോടൊപ്പം നിൽക്കാനുള്ള കഴിവ് എനിക്കുണ്ടാകണം. അവരോടൊപ്പം നിൽക്കണമെങ്കിലോ അവരെന്ത് ചെയ്തു എന്ന് ഞാൻ അറിയണ്ടേ? അപ്പോൾ നമ്മളെല്ലാവരും, എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും എഴുത്തിൻ്റെ ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ ഒരു വലിയ പ്രവാഹത്തിലെ ഒരു കണ്ണിയാണ് അല്ലെങ്കിൽ ഒരു തുള്ളിയാണ് എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ പൂർവ്വസൂരികളോട്, നമ്മുടെ മുമ്പേ പോയ എഴുത്തുകാരോട് ആരാധനയും കൃതജ്ഞതയും കൊണ്ട് വിടർന്ന മനസ്സുമായി അവരുടെ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കണം. നിങ്ങൾ കുട്ടികളുടെതൊക്കെ വായിച്ചോളൂ, പക്ഷേ മികച്ച സാഹിത്യം എന്ന് പറയുന്നത് വായിക്കാനുള്ളൊരു പരിശ്രമം ഇപ്പോഴേ ഉണ്ടാകണം. ആദ്യ വായനയിൽ ഒരുപക്ഷെ നമുക്ക് മുഴുവൻ മനസ്സിലായെന്ന് വരില്ല. പിന്നെയും 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 ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മളത് വായിക്കും. ഉദാഹരണത്തിന് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഗീതാഞ്ജലി ഞാൻ ആദ്യം വായിക്കുന്നത് 15 വയസ്സുള്ളപ്പോഴാണ്. എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാനത് വായിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലായില്ല. എൽ.എം. തോമസ് എന്ന് പറയുന്ന ഒരാളിൻ്റെ പരിഭാഷയിൽ മലയാളത്തിലെ ഗീതാഞ്ജലി ടാഗോറിൻ്റെതാണ്, വിശ്വപ്രസിദ്ധമാണ്. നോബൽ പ്രൈസ് കിട്ടിയ ഏക ഭാരതീയ സാഹിത്യകൃതിയാണ് ഇപ്പോഴും. അപ്പോൾ ഇത് വളരെ കേമമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വായിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് 15ാമത്തെ വയസ്സിൽ ആ പുസ്തകം എന്നോട് സംസാരിച്ചതേയില്ല. എന്നെ മൈൻഡ് ചെയ്തില്ല ആ പുസ്തകം. എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര വായിച്ചിട്ടും എനിക്ക് അതിനകത്തൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ MA ക്ലാസ് പഠിക്കാൻ പോയപ്പോൾ ഞങ്ങൾക്ക് ഗീതാഞ്ജലി പഠിക്കാനുണ്ടായിരുന്നു. ഒരു ബംഗാളി അധ്യാപകൻ പഠിപ്പിക്കുന്നു. അപ്പോൾ എനിക്കിത് പതുക്കെ പതുക്കെ മനസ്സിലായി. ഇപ്പോൾ എൻ്റെ ഈ പ്രായത്തിലും ഞാൻ ഗീതാഞ്ജലി പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ പ്രാവശ്യവും നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ വളർച്ച എവിടം വരെ എത്തിയോ അതുപോലെ ആ കൃതി നമ്മളോടൊപ്പം വളരും. അതാണ് നല്ല കൃതിയുടെ ലക്ഷണം. നമ്മൾ വളരുന്നതനുസരിച്ച് കൃതി നമ്മളോടൊപ്പം വളരുകയും ഇനിയും നിനക്ക് വളരാനുണ്ട് എന്ന് നമ്മളോട് പറയുകയും ചെയ്യും.